നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഒരു എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എഡ്യൂക്കേഷനിൽ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനം കൂടുതൽ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. നമ്മൾ അനിമൽ ലൈഫിലേക്ക് നോക്കിയാലേ അവരൊക്കെ റിയാക്ട് ചെയ്യണത്. അവരുടെ ഇന്ദ്രിയങ്ങൾ എന്താണോ സിഗ്നൽസ് നൽകുന്നത് അതിനനുസരിച്ച് അവർ റിയാക്ട് ചെയ്യും. അവർക്ക് അവരുടേതായുള്ള ബ്രീഡിങ് സീസൺ ഉണ്ട്. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവർ വേറൊന്നും ആലോചിക്കില്ല. അവർക്ക് പിന്നെ അവിടെ കമ്പാഷൻ ഒന്നുമില്ല. അവർ കുട്ടികളോടൊരു കമ്പാഷൻ ഉണ്ട്. കമ്പാഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുട്ടികളോട് കമ്പാഷൻ ഉണ്ട്. പക്ഷെ അതിനേക്കാളും ലോവർ സ്പീഷീസിൽ നമ്മൾ എവല്യൂഷനിൽ നമ്മൾ പഠിക്കുന്നു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതില് നല്ല വിത്ത് മുളച്ച് മരമായിട്ട് മാറുന്നു, മറ്റെല്ലാം നശിച്ചു പോകുന്നു. മനുഷ്യന്റെ തലത്തും എത്തുമ്പോൾ അങ്ങനെയല്ല. മനുഷ്യന് എല്ലാവരും കൂടെ ഉയരണം എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മൾ ആ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യനായി മാറുന്നത്. സർവേ ജനാ സുഖിനോ ഭവന്തു എന്ന് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും ആധ്യാത്മികമായി പുരോഗമിക്കട്ടെ. ഇങ്ങനെയുള്ള തോട്ട്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതാണ് ഒരു മനുഷ്യന്റെ മാറ്റം. മനുഷ്യൻ ഇന്ദ്രിയ തലത്തിൽ നിന്നും റിയാക്ഷന്റെ തലത്തിൽ നിന്നും റെസ്പോൺസ് എന്ന തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കാര്യത്തോടും ഒരു സ്നേഹത്തോടു കൂടി കൂടുതൽ ഉയർന്ന അറിവോട് കൂടിയിട്ട് സമീപിക്കാനുള്ള കഴിവ്, ഇതാണ് എഡ്യൂക്കേഷനിലൂടെ ലഭിക്കേണ്ടത്. ഒരു വ്യക്തി പഠിച്ച് കോളേജിൽ എത്തിയിട്ട് പിന്നെയും ഇന്ദ്രിയ തലത്തിലാണ് ജീവിക്കുന്നത് വെച്ചാൽ അയാൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ല. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്
നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഉന്നതം വിദ്യാഭ്യാസം നേടി നല്ല ജോലി ചെയ്യുന്ന ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ വളരെയധികം സമയം ചെലവാക്കും. അവർ ഓർഡർ ചെയ്ത ഭക്ഷണം ഒരു സ്റ്റേഷനിലെത്തുമ്പോൾ അത് വരിക, അത് ടേസ്റ്റ് നോക്കിയിട്ട്. നമ്മൾ കോൺഫറൻസസിലൊക്കെ പോയാലറിയാം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊരു ചെലവാ, എക്സ്പെൻസ്. അതുപോലെ തന്നെ ആൽക്കഹോൾ, അതിന് വേറൊരു സ്ഥലം തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തരത്തിലുള്ള പ്രവർത്തനത്തിന് നമുക്കൊരു റെഗുലേഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ഒരു എഡ്യൂക്കേഷൻ ആണോ? നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല, പിന്നെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. വയസ്സാവും തോറും ചൈൽഡിഷ് ആയിക്കൊണ്ടിരിക്കുക. ചൈൽഡ് ലൈക്ക് അല്ല ആവണം, നമ്മൾ ചൈൽഡ് ലൈക്ക് ആവണം എന്നാണ് നമ്മൾ മാസ്റ്റേഴ്സ് പറയുന്നത്. കുട്ടിത്തം അങ്ങനെ ശരിക്കുള്ള ഇന്നസെൻസ് പ്രകടമാകും, ചൈൽഡിഷ് ആവുക. ചൈൽഡിഷ് പറഞ്ഞാൽ ഇന്ത്യയിലെ തരത്തിലുള്ള ഈ പെരുമാറ്റത്തിനെയാണ് ചൈൽഡിഷ്നെസ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ഉയർന്ന വ്യക്തിത്വം ഉണ്ട്, റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാകുന്നത് എപ്പോഴാണ്? നമ്മൾ മുമ്പത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെയും ആവാം. അവരെ നമ്മൾ ഗുരുക്കന്മാർ എന്ന് വിളിക്കുന്നു, മഹാത്മാക്കൾ എന്ന് വിളിക്കുന്നു. അവർ നമുക്ക് വഴികാട്ടികളായി മാറും. അപ്പൊ ആ തരത്തിലുള്ള വഴികാട്ടികളുടെ ചരിത്രമാണ് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷന്റെ ഇൻഗ്രീഡിയന്റ്. അവരെ ഉപദേശങ്ങളല്ല, അവരെ ചരിത്രം നമ്മൾ പഠിക്കണം. അവരെങ്ങനെയാണ് അവരുടെ ജീവിതം കൊണ്ടു നടന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ GPS എന്നൊരു സംവിധാനമുണ്ട്. GPS നമ്മളെക്കാൾ കൂടുതൽ സാറ്റലൈറ്റ് മുകളിൽ നിന്ന് നോക്കിയിട്ട് നമ്മുടെ വഴി കാണിച്ചു തരുന്നു. ഏതാണ് ഷോർട്ട് കട്ട്, എവിടെയാണ് ബ്ലോക്ക് ഉള്ളത്, എല്ലാം കാണിച്ചു തരുന്നു. ചിലപ്പോൾ GPS തെറ്റാം, റേഞ്ച് ശരിക്കില്ലെങ്കിൽ തെറ്റാം. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മളെക്കാൾ കൂടുതൽ മുകളിൽ നിന്ന് കാണും. അതുപോലെ തന്നെ നമ്മുടെ വെതർ ഫോർകാസ്റ്റ്, നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ മുകളിൽ നിന്ന് സാറ്റലൈറ്റ് കാണിച്ചു തരും. അപ്പൊ മനുഷ്യൻ അറിയാതെ തിരിച്ചറിയുന്നുണ്ട്. മുകളിൽ നിന്നും കാണുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാനും കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നു. ഈ തത്വം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റിയിൽ വരുന്നത്. എഡ്യൂക്കേഷനിൽ സ്പിരിച്വാലിറ്റി മാൻഡേറ്ററി ആണ്, യാതൊരു സംശയമില്ല. കാരണം ഈ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? കുറെ കാര്യം പഠിക്കേണ്ടത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. നമുക്ക് കണക്കറിയാം, പക്ഷെ കണക്ക് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? മെർച്ചന്റ് ഓഫ് വെനിസ് എന്നുള്ള ഷേക്സ്പിയറിന്റെ ഒരു നാടകമുണ്ട്. അദ്ദേഹം കണക്ക് ഉപയോഗിക്കുന്ന എങ്ങനെ? ഷൈലോക്ക് കൊടുത്ത പണത്തിന് തിരിച്ച് അതേ അളവിലുള്ള ഇറച്ചി കിട്ടാനായിട്ട്. അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ തകർന്നു പോകുന്നത് ഈ കണക്ക് വെച്ചിട്ടാണ്. കണക്കാണ് എന്ന് പറയും. കൊടുത്തതൊക്കെ കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കണം. ഒരാള് പുഴയിൽ മുങ്ങി കൊണ്ടിരിക്കുകയാണ്. ആ മുങ്ങുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് സഹായിക്കുമ്പോൾ തിരിച്ച് എന്ത് കൊടുക്കും? മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ട്, നാടോടി എന്നൊരു സിനിമയുണ്ട്. അതില് മോഹൻലാല് NN പിള്ള അവതരിപ്പിക്കുന്ന ഒരു മുത്തശ്ശന്റെ കഥാപാത്രമുണ്ട്. അതിന്റെ പേരക്കുട്ടീനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ വിളിച്ചിട്ട് പൈസ കൊടുക്കുക. മോഹൻലാൽ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറയാ, നിങ്ങൾക്കൊക്കെ പൈസയുടെ ആൾക്കാർ കഥ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ നാടോടി സിനിമയില്. അപ്പൊ നമ്മള് കണക്ക് എല്ലാത്തിനും വെക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നില്ല. എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക? നമുക്ക് അവസരം തിരിച്ചു കൊടുക്കാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ പറ്റൂ. നമ്മൾ വിശന്ന് വലഞ്ഞ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നു, അതിന് പകരം ഒരു വെള്ളത്തിന്റെ കുപ്പി വാങ്ങി കൊടുത്താൽ മതിയോ? അപ്പൊ എഡ്യൂക്കേഷനിൽ ഈ തരത്തിലുള്ള വാല്യൂസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എല്ലാം പഠിക്കണം, പക്ഷെ ഇതിനെല്ലാവർക്കും ഒരേപോലെയല്ല യൂട്ടിലൈസേഷൻ എന്നുള്ളത് മനസ്സിലാക്കണം. സയൻസ് ആയാലും ഫിസിക്സ് ആയാലും ഇതൊക്കെ ഉപയോഗിക്കണം. മാർക്കറ്റിംഗ് ഒക്കെ നല്ലതാണ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ് നല്ലതാണ്. പക്ഷെ മാനേജ്മെന്റ് എല്ലായിടത്തും പറ്റുമോ? ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ മാനേജ്മെന്റ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം പേഷ്യന്റിന് ചികിത്സ ആവശ്യമുണ്ട്, കയ്യിൽ പൈസ ഇല്ല, പക്ഷെ കണക്ക് തീർക്കാണ്ട് മുന്നോട്ട് പോകാനും സാധിക്കില്ല. അവിടെ മുഴുവൻ കണക്കൂട്ടലുകളാണ്. ഇൻഷുറൻസ് കമ്പനിക്കാരും ഹോസ്പിറ്റൽസും എല്ലാം തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ വേണ്ട ട്രീറ്റ്മെന്റ് വേണ്ട സമയത്ത് കൊടുക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നു. അപ്പൊ ജീവിതത്തിൽ ഒരു ഉയർന്ന തലത്തിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രം, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഭരിക്കുമ്പോൾ ഭരണകർത്താക്കൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ന്യായം, എവിടെയാണ് നീതി, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നൽകാൻ സാധിക്കണം. ഇപ്പൊ കോടതികളിൽ വാദം നടക്കുമ്പോൾ ന്യായം വിജയിക്കുന്നു, പക്ഷെ സത്യം വിജയിക്കുന്നുണ്ട്. പലപ്പോഴും കുറെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിവുണ്ടാവുന്നു, അന്ന് ചെയ്തത് ശരിയായില്ല, പക്ഷെ അവർക്ക് ആളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും.
അപ്പോൾ ഈ ഒരു റെസ്പോൺസിന്റെ തലത്തിലേക്ക് ഓരോരോ സമയത്തും ശരിയായിട്ടുള്ള നിർണയം എടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസിൽ വരണം. ഹാർട്ട്ഫുൾനെസ് അതിന് സഹായിക്കുന്നു. ഹാർട്ട്ഫുൾനെസ്സിൽ യഥാർത്ഥ ജ്ഞാനമായിട്ടുള്ള പ്രാണാഹുതി നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു മാസ്റ്റർ. അപ്പോൾ ഗുരുനാഥന്റെ സഹായത്തോട്, ഗുരുനാഥൻ നമുക്ക് റെഫറൻസ് പോയിന്റ് ആണ്. എങ്ങനെ ജീവിതം ഉയർത്തണം, റെസ്പോൺസിലേക്ക് ഉയർത്തണം എന്ന് മാതൃകയായിട്ട് ഗുരുനാഥൻ നമ്മുടെ മുമ്പിലുണ്ട്. ഭഗവത്ഗീത ഈ തരത്തിലുള്ള ഒരു മാതൃകയാണ് കാണിക്കുന്നത് മഹാത്മാഗാന്ധിജി പറയുന്നത്. ശ്രീകൃഷ്ണൻ ഒരു ചരിത്ര പുരുഷനാണോ എന്നുള്ളതല്ല, അങ്ങനെ പെർഫെക്ഷൻ ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നോ എന്നുള്ളതല്ല, പക്ഷെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന പെർഫെക്ഷന്റെ ക്വാളിറ്റീസ്, അതിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അതാണ് ശരിക്കും ഗീതയുടെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വാല്യൂസ് കൊണ്ടുവരിക, പുറമേ ഉള്ള ഡിപ്പെൻഡൻസ് ആന്തരികമായിട്ടുള്ള റെസ്പോൺസിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുക, കൂടുതൽ ഉയർന്ന തലയ്ക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുക. ഇതാവണം നമ്മുടെ എഡ്യൂക്കേഷന്റെ ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.